നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചീറ്റിംഗ് ചെയ്തു പോയവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും അവരിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ കർമ്മ എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അവരുടെ ഒരു ഫ്യൂച്ചർ കർമ്മ എനർജിയാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങളിത് ഏത് സമയത്താണോ കണ്ടു തുടങ്ങുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധത്തോടും കൂടി തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക. അതിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. നിങ്ങൾ എന്ത് രീതിയിലാണോ ഒരു എനർജിയെ കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും അതിൻ്റെ ഫലവും നിങ്ങളെ തേടി വരിക. ബാഡ് കർമ്മ എനർജികൾക്ക് നിൽക്കാതിരിക്കുക. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ. ഇത് വ്യക്തികളുടെ ഡീറ്റെയിൽസ് ഒന്നും എടുത്ത് നമ്മൾ ചെയ്യുന്നതല്ല. സാധാ ജനറലായിട്ടാണ് നമ്മൾ ഈ ഒരു റീഡിങ്സ് എടുക്കുന്നത്. നിങ്ങൾ അതിനകത്ത് കൊടുക്കുന്ന പൂർണ്ണതയാണ് നിങ്ങൾക്കത് റെസനേറ്റായി വരുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ വിശ്വാസത്തോടു കൂടി തന്നെ കാര്യങ്ങളെ കാണാനും പ്രാർത്ഥനയോടുകൂടി തന്നെ അക്സെപ്റ്റ് ചെയ്യാനും ശ്രമിക്കുക. ഇന്ന് ഓവറോൾ എല്ലാവരുടെയും എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അസ്ട്രോളജിക്കൽ എനർജി സൈൻ ഒന്നും ഇതിനകത്തേക്ക് കടന്നു വന്നിട്ടില്ല. നമ്മളുടെ വ്യൂവേഴ്സിനെല്ലാം കണക്റ്റഡ് ആകുന്ന റീഡിങ്സ് തന്നെയാണ് ഇന്നിതിലേക്ക് വരാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങൾ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ വ്യക്തികളുടെ കറൻറ്റ് സിറ്റുവേഷൻസ് നോക്കിയാൽ അവർ നിങ്ങൾ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്ന ഒരു എനർജിയിലേക്കായിരുന്നുവെന്ന് നമുക്ക് വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന, അതായത് നിങ്ങളോടൊപ്പം തന്നെ ആ ഒരു സിറ്റുവേഷൻസിനെയും അവർ വളരെയധികം കീപ്പിംഗ് ചെയ്ത് നിന്നിരുന്ന പേഴ്സണായിട്ട് തന്നെയാണ് കാണുന്നത്. ഒന്നെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അവർ മറ്റൊരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എനർജിക്ക് പ്രാധാന്യം കൊടുത്തു പോയ വ്യക്തിയായിരിക്കാം. അതല്ലെങ്കിൽ മറ്റൊരു റീയൂണിയൻ എനർജി, അതായത് സെലിബ്രേഷൻ, ആഘോഷം എന്നൊരു എനർജിയിലേക്ക് കണക്റ്റഡ് ആയിട്ട് പോയത് തന്നെയാണ് കാണുന്നത്. അതായത് നിങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊരു എനർജി കണക്റ്റഡ് ആവുകയും അതിനകത്ത് അവർ റിയൂണിയൻസ് തന്നെ ഉണ്ടാക്കുകയും അതിലവർ ഏറ്റവും പൂർണ്ണതയും ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ അവിടെ ഒരു ഇവരുടെ എല്ലാ രീതിയിലെ പ്രൊട്ടക്ഷനും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് ഇവർ കൊടുത്തുകൊണ്ടേയിരുന്നു എന്നാണ് കാണുന്നത്. ഇവർ വലിയ ഒരു കെയറിങ് എനർജിയോട് കൂടി ഒരു സ്വപ്ന സാക്ഷാത്കാരത്തോടു കൂടിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് കണക്റ്റഡ് ആയത്. അതല്ലെങ്കിൽ അതൊരു ഫ്രണ്ട്ഷിപ്പ് എനർജി ആണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് എനർജിയിലേക്ക് ഒരു പേഴ്സൺ പോയതും അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തൊക്കെയോ നേട്ടങ്ങളെ കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോയതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ ഏറ്റവും പോസിറ്റീവായിട്ടും ഹാപ്പിനെസ്സോടു കൂടി തന്നെ ആ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിരുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് പുറമെ വളരെ ഹാപ്പിനെസ്സോടു കൂടി അല്ലെങ്കിൽ പുറമെ ആ ഒരു പഴയ എനർജിയോട് കൂടി പോകുന്നുവെങ്കിലും മനസ്സുകൊണ്ടൊരു സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള ചിന്തകൾ, മനസ്സാക്ഷി കുത്ത് അവർക്ക് വളരെ ശക്തമായിട്ടുണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അവരുടെ സോൾ ഒരു സ്റ്റക്ക് എനർജിയിലാണ്, ബന്ധനത്തിലാണ് കേട്ടോ. ഒരു രീതിയിലും അവർക്ക് ഒരു പോസിറ്റീവിനെയും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരിറങ്ങിത്തിരിക്കുന്ന വഴികളിലെല്ലാം അവരുടെ ആ ഒരു നെഗറ്റീവ് ചിന്ത കൊണ്ട് ബ്ലോക്കേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പോസിബിൾ അല്ല. സ്ട്രഗ്ലിംഗ് എനർജിയിലും നിരാശയിലുമൊക്കെ തന്നെയാണ്. റിഗ്രഷൻ, വളരെയധികം പശ്ചാത്താപവും കുറ്റബോധവും ഒക്കെ എടുക്കുന്നുണ്ട്, എഫോർട്ട് എടുക്കുന്നു എന്ന് തന്നെയാണ് കാരണം അവരുടെ സിറ്റുവേഷൻസിനെ പിടിച്ചു നിർത്താൻ, അവരുടെ ജീവിതത്തെ അവർക്ക് മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യലി ആണെങ്കിലും അവർ ഏത് സാഹചര്യത്തിലാണോ ഇപ്പം നിൽക്കുന്നത് ആ സാഹചര്യത്തിൽ അവർ വളരെയധികം എഫോർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയത് ഒരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് അവരുടെ ഫിനാൻഷ്യൽ സംബന്ധമായൊരു
പ്രയോറിറ്റി കൊടുത്തിരുന്നു എന്ന് കാണുന്നുണ്ട് കേട്ടോ. ശക്തമായിട്ടും അവരെന്തൊക്കെയോ നേട്ടങ്ങൾ, ചെറുതിൽ നിന്നും ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന, അവർക്കൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു സ്വപ്ന സാക്ഷാത്കാരം, അവരുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കി എടുക്കണമെന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് സാധ്യമാകുമെന്നുള്ള ആ ഒരു എനർജിയോട് കൂടിയാണ് ഇവർ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് കടന്നു പോയത്. പക്ഷേ ഇപ്പോൾ അവിടെ കിടന്ന് എഫേർട്ട് എടുക്കേണ്ടി വരികയാണ്, ഇവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. ഇവരെന്തുകൊണ്ടാണോ നിങ്ങളിൽ നിന്ന് പോയത് അത് മാത്രമേ ഇന്നും അവരുടെ കയ്യിലുള്ളൂ. നിങ്ങളിൽ നിന്നപ്പോൾ, നിങ്ങളോടൊപ്പം നിന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ എന്തായിരുന്നോ അത്രയും വാല്യൂ എപ്പോഴും ആ ഒരു വ്യക്തിക്കുള്ളൂ, അല്ലെങ്കിൽ അത്രത്തോളം അച്ചീവ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ആ ഒരു വ്യക്തിക്ക് ഒന്നും ഇന്നുവരെ സ്വന്തമായിട്ട് നേടാൻ സാധിച്ചിട്ടില്ല. മുന്നിൽ അവസരങ്ങളൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്, എഫോർട്ട് എടുത്തു നോക്കുന്നുമുണ്ട്, പക്ഷെ ഒന്നും അനുഭവത്തിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ഈ ഒരു വ്യക്തിക്ക് അനുഭവിക്കാനുള്ള യോഗം കിട്ടുന്നില്ല എന്നാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് സ്റ്റക്കാണ് ആ ഒരു പേഴ്സൺ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചിന്തകളാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. നമ്മൾ എത്രത്തോളം തകർന്ന് നിന്നാലും, എത്രത്തോളം ലോസ് എനർജി നിന്നാലും, നമ്മൾ ചിന്തിക്കുന്നു ഞാൻ പോസിറ്റീവാണ്, ഞാൻ നേടിയെടുക്കുമെന്നുള്ള ഒരു പവർ ഉണ്ടെങ്കിൽ മാത്രമാണ്, കുറ്റബോധമില്ലാതെ വന്നാൽ മാത്രമാണ് നമുക്ക് സക്സസ് നേടാൻ പറ്റുകയുള്ളൂ. ഏതെങ്കിലും രീതിയിലൊരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു നിരാശയോ നമ്മളെ പിടിപെട്ടാൽ, ആ ഒരു ബന്ധനത്തിൽ വീണാൽ തീർച്ചയായിട്ടും പിന്നെ മോചനം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഡിഫിക്കൽറ്റി ആയിരിക്കും. ഡാർക്ക് എനർജിയിൽ കിടന്ന് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് മുന്നിൽ നിൽക്കുന്നു, മറ്റാരൊക്കെയോ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. മുന്നിൽ വലിയൊരു വിജയം കാണുന്നുണ്ടെങ്കിലും ആ വിജയത്തിനൊരു ഡാർക്കാണ്, ഒരു പൂർണ്ണതയില്ല, ഒരു ഇരുൾമ മാത്രമാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് കൺഫ്യൂഷനാണ്, ഞാൻ രക്ഷപ്പെടുമോ, എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ, എനിക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിലൂടെയാണ് ഈ കറൻറ്റ് സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. മാത്രവുമല്ല ഒരുപാട് ഭയത്തെ കാണിക്കുന്നുണ്ട്, ചുറ്റുമുള്ളവരെ വിശ്വസിക്കാൻ പറ്റാത്ത വിധം. കാരണം ആ ഒരു പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു ഫിനാൻഷ്യൽ പരമായിട്ട് വരെ നിങ്ങളെ ഇമോഷണലിയും ഫിനാൻഷ്യലിയും ശക്തമായി ചീറ്റിംഗ് ചെയ്തൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് ആ ഒരു എനർജി, അവരുടെ ഉള്ളിലുള്ള ആ ഒരു കുറ്റബോധം അവർക്ക് മറ്റുള്ളവരെയും ഒരു സംശയദൃഷ്ടിയോടുകൂടി കാണാൻ സാധിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അവർ ബാഡ് കർമ്മ എനർജി നേരിടുന്നു, ജസ്റ്റിസാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ബാഡ് കർമ്മയാണ്, അതായത് ഒരു പോസിറ്റീവ് അല്ല അവർ നേരിടുന്നത്. അവർ ചെയ്തതിൻ്റെ ഫലം പ്രപഞ്ചം അവരെ കണക്റ്റ് ചെയ്യുന്നു. അവർക്കൊരു സമാധാനമില്ല. ഒരു സ്ഥലത്ത് നിന്നാൽ അടുത്ത സ്ഥലത്തേക്ക് ഓടും, അടുത്ത സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്ക്. ഈ ഒരു യാത്ര എനർജിയിലൂടെ അവർ സ്ട്രഗിളിങ് ചെയ്യുകയാണ്. മാത്രവുമല്ല അവർക്ക് ശക്തമാകുന്ന ഇമോഷണൽ ചീറ്റിംഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹാപ്പിനെസ് ഇല്ല, ഇമോഷണലി അവർക്കൊന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. എപ്പോഴും അവരുടെ സോൾ ഒരു നിലവിളി എനർജിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്, നിരാശയോടുകൂടിയാണ് നിൽക്കുന്നത്. അത് മാത്രവുമല്ല അവരെ സംബന്ധിച്ചൊരു ഹാർട്ട് ബ്രോക്കൺ ആണ്, അവർക്ക് മുന്നോട്ടേക്ക് ഒരു പൂർണ്ണതയില്ല, സ്ട്രഗിളിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെല്ലുവിളികളെ അതിജീവിക്കുന്നതിനപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ച് ഹാർട്ട് ബ്രോക്കൺ ആണ്. എവിടെ ചെന്നാലും ആരുമായിട്ട് കണക്ട് ചെയ്താലും അവസാനം അവർക്ക് അവിടെ നിന്നൊരു ചീറ്റിങ് അല്ലെങ്കിൽ നിരാശയാണ് ലഭിക്കുന്നത്. അവർക്കൊരു പൂർണ്ണമായും ഒരു പിടിച്ച് നിൽപ്പെന്ന് പറയുന്ന ഒന്ന് ഈ കറൻറ്റ് സിറ്റുവേഷൻസിനില്ല. കാരണം കർമ്മഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ലീഗൽപരമാകുന്ന പല പ്രശ്നങ്ങളിലും ഈ ഒരു പേഴ്സൺ ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. എഫോർട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ അവരുടെ മുന്നിലുണ്ട്, ആഗ്രഹങ്ങളുണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച്. പക്ഷേ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നു, പാസ്റ്റിലേക്കൊന്ന് ചിന്തിക്കേണ്ടി വരുന്ന എനർജി വരുന്നു. കാരണം ഇവർ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡിലേ ആണ്. ഇവർക്കൊന്നും പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റാതെ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന സർവ്വ കാര്യങ്ങളും ഡിലേ എനർജി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസിലേക്കാണ് പോകുന്നത്. അവർക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല. എഫോർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പുതിയ എന്തെങ്കിലും കാര്യങ്ങളൂടി ഒന്നുകൂടി തുടങ്ങി വെച്ചാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്. സ്വന്തമായി വീട് വാങ്ങണം, സ്ഥലം മേടിക്കണം, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, കരിയർ എനർജിയിൽ എല്ലാവരേക്കാളും മുന്നിൽ നിൽക്കണം, അവർക്കുടെ ലൈഫിലേക്കൊരു പാർട്ട്ണറെ, ഏറ്റവും അവർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ട്ണറെ കണക്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ മുന്നിലുണ്ട്.
അവരുടെ മുന്നിൽ എന്തൊക്കെയോ ഓപ്ഷൻസുകൾ വരുന്നതിലൊന്നിലേക്കും അവർക്ക് പൂർണ്ണമായും ചെന്നെത്താൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം നിൽപ്പുണ്ട്. ശക്തമായിട്ടും അവരൊരു കുറ്റബോധം എന്ന് പറയുന്ന എനർജി അവരെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ചെയ്തു പോയ തെറ്റിൻ്റെ ആ ഒരു മനസ്സാക്ഷി മനസ്സാക്ഷി അവരോട് ചോദ്യം ചെയ്യുന്ന ഒരു എനർജിയാണ് അവരുടെ ഒരു കറൻറ്റിൽ കാണുന്ന. വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പേഴ്സൺ. ആ ഒരു വ്യക്തിയെ കൂടെ ഉള്ളവർ വിശ്വാസമില്ലാതെ ഒരു അവിശ്വാസത്തോടു കൂടിയാണോ എന്നെ എല്ലാവരും നോൽക്കുന്നത്, എന്നോട് എല്ലാവർക്കുമുള്ള ആ ഒരു എനർജി പൂർണ്ണതയില്ലാത്തതാണോ, എന്നെ ആരും സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ്. മാത്രമല്ല ഒന്നിലധികം പ്രശ്നങ്ങൾ തലയ്ക്ക് മേളിൽ ഈ ഒരു വ്യക്തിക്ക് നിൽക്കുന്നുമുണ്ട്. എന്നാൽ ഈ ഒരു വ്യക്തിയിലേക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇമോഷണൽ പരമായ ഓരോ വ്യക്തികളുടെ സാന്നിധ്യം ചെല്ലുന്നുമുണ്ട്. ആ വ്യക്തിയുടെ മുന്നിലും ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് നിൽപ്പുണ്ട്. ഈ ഒരു പേഴ്സൺ സംബന്ധിച്ച് ചോയ്സ് ഒരുപാട് കിട്ടുന്നൊരു വ്യക്തിയാണ്. ഇമോഷണൽ പരമായ എനർജിയിൽ വേറെ പുതിയ എനർജി അയാളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. പക്ഷെ ഒന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു ലൈഫിലേക്ക് ഇതിനകത്ത് സിംഗിൾ എനർജിയിൽ വരുന്ന വ്യക്തികൾക്ക് ഒരു വിവാഹത്തെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വരുന്ന ആവശ്യമില്ലാത്ത എനർജികളെ കണക്റ്റ് ചെയ്യാതെ പൂർണ്ണമായിട്ട് ഒരു വിവാഹ ലൈഫിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ച് ബാക്കിയെല്ലാം റിജക്റ്റ് ചെയ്യുകയും നേരത്തെ പാസ്റ്റിൽ തൊട്ടുള്ള ചില എനർജികളെ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയും തനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എനർജിയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കറൻറ്റ്ലി കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല അയാൾ ഇപ്പോൾ ഫോക്കസിങ് ചെയ്യുന്നത് ആ ഒരു പേഴ്സൺ, അത് മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ, പേരൻറ്റിങ് എനർജി ഫാമിലി എനർജിയിൽ ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ആ വ്യക്തിയുടെ കരിയർ എനർജിയിൽ ചെറിയൊരു ബൗണ്ടറി ഇട്ട് നിൽപ്പുണ്ട്. കരിയർ എനർജിയിൽ അത്രത്തോളം ഒരു പൂർണ്ണതയില്ല, ഒരു ബൗണ്ടറിയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അവരുടെ സിറ്റുവേഷൻസിലൊക്കെ അവരൊരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ്. അവർക്കൊരു തീരുമാനങ്ങളെക്കുറിച്ച് എടുക്കാനോ നല്ല രീതിയിലൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാനും പറ്റുന്നില്ല. കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന അവർക്കിപ്പം ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കയ്യിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ വളരെയധികം ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ട്. നിരാശയും കുറ്റബോധവും വളരെയധികം അവരെ പിടികൂടി എന്ന് തന്നെയാണ് കാണുന്നത്. അത് തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയൊരു ശക്തമായ നഷ്ടം അല്ലെങ്കിൽ നാശം എന്ന് പറയുന്ന ഒരു എനർജി നിർത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇമോഷൻസാണ്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഇമോഷണലി ഉണ്ടായ ആ ഒരു എനർജിയാണ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം നിരാശയിലേക്ക് അല്ലെങ്കിൽ ദുഃഖത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ശരിക്കും അവർ പശ്ചാത്തപിക്കപ്പെടുന്നുണ്ട്. ചെയ്തു പോയ തെറ്റുകൾ അവർ സ്വയം ഏറ്റു പറയുന്ന ഒരു എനർജിയാണ്. സെൽഫായിട്ട് അവരോട് തന്നെ ഏറ്റു പറയുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത്. പാസ്റ്റിൽ അവർ ചെയ്തു പോയത് ഇമോഷണൽ പരമായിട്ട് നിങ്ങളെ ഏൽപ്പിച്ച മുറിവ് അവർക്ക് ശരിക്കും വളരെയധികം അവരുടെ മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചർ ലൈഫിനെ ബ്ലോക്കേജ് വരുത്തി എന്നത്, അല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന ആ ഒരു വേദനയുടെ ഫലം, നിങ്ങളോട് ചെയ്ത ആ സമയത്ത് തോന്നിയ ഒരു എടുത്തുചാട്ടം ചീറ്റിങ്ങിൻ്റെ ഫലം അവർക്കിപ്പോൾ വളരെയധികം ഒരു മാനസികമാകുന്ന പിരിമുറുക്കത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. കുറ്റബോധം, അതായത് അവരോട് തന്നെ അവരുടെ മനസ്സാക്ഷി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. മാത്രമല്ല അവരെ പൂർണ്ണമായൊരു ട്രാപ്പ്ഡ് എനർജിയാണ്. അവർക്ക് ഒന്നിലധികം പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്നു. എപ്പോഴും അവർക്ക് നേരെ വെല്ലുവിളികൾ അതായത് അവർക്ക് നേരെ വരുന്നതെല്ലാം ശക്തമാകുന്ന വെല്ലുവിളികളാണ്. അവർക്കൊന്നും റിലാക്സ് എനർജി ഈ ഒരു റീഡിങ്സിൽ വന്നിട്ടേ ഇല്ല എന്ന് തന്നെ അറിയാം. ആൻസൈറ്റി, ഭയം, ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവാകുന്ന ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങളിലേക്ക് വരെ അവർ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഇവരെ ഹെൽത്ത് ഇഷ്യൂ വളരെയധികം ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അതുതന്നെ ഇവരുടെ ജീവിതത്തെ പൂർണ്ണമായും താളം തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കറൻറ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഹെൽത്ത് പരമായിട്ടും ഇവർ ഒരു രീതിയിലും ഓക്കെയല്ല. ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യമായിട്ട് ഇവരെ അങ്ങനെയും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ബാലൻസ് ചെയ്യേണ്ടി വരുന്നു അവർ. അതായത് നെഗറ്റീവും പോസിറ്റീവും ആകുന്ന എല്ലാ സിറ്റുവേഷൻസിനെയും അവരിലേക്ക് അവർ ഉൾക്കൊള്ളേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചേഞ്ചിങ്
അവരുടെ ജീവിതത്തിലേക്ക് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വളരെ ഡിഫിക്കൽറ്റിയാണ്. അവർക്കിനി ഒരു പുനർജീവനം, അതായത് ഒരു പുനരധിവാസം എന്ന് പറയുന്നത് അവർക്ക് വളരെ ഡിഫിക്കൽറ്റിയാണ് എന്നും അവർക്കറിയാം. കാരണം അവരുടെ മുന്നിൽ രണ്ട് പ്രശ്നങ്ങളും ഒരേ ആഴത്തിലാണ് നിൽക്കുന്നത്, ഒരേ പവറിൽ. നെഗറ്റീവും പോസിറ്റീവുമാകുന്ന രണ്ട് സാഹചര്യങ്ങളും അവർക്കിടെ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത റിലാക്സ് ആവുന്ന ഇത് രണ്ടും ബാലൻസ് ചെയ്യേണ്ടി വരുന്നു. രണ്ടും ഒരേ പവറിൽ തന്നെ നിൽക്കുന്നു. അതായത് ഒരു ബെർഡനാണ് അവർക്കിപ്പം. അവരെന്ത് കാര്യം ഏറ്റെടുത്താലും അതെല്ലാം ഒരു ബെർഡനായിട്ട് തീരുന്നു, അവർക്ക് വേണ്ടാത്ത കാര്യങ്ങളായി തീരുന്നു. അവർ നല്ലതാണെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പം ഒരു പാതി വഴിയിൽ എത്തിക്കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു ബെർഡനാണ്, വേണ്ടാത്ത ഒരു ഭാരമാണ്, അല്ലെങ്കിൽ വേണ്ടാത്ത പ്രശ്നങ്ങളെയാണ് ഞാൻ ചുമക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വരുന്നത് ഒരു പാതിയിൽ എത്തിക്കഴിയുമ്പോഴാണ്. അവരെന്ത് കാര്യം ചെന്നു തൊട്ടാലും അതെല്ലാം അവർക്ക് പ്രോബ്ലംസാണ്. അവർക്ക് ഒരു രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അവർ നിലത്ത് നിൽക്കുന്നില്ല, എയറിലാണ് എന്ന് തന്നെ നമുക്ക് 100% പറയാൻ സാധിക്കും. അവരുടെ ഒരു അവസ്ഥ, അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞ് വന്നേ പറ്റൂ എന്നതാണ് അവർക്ക് ഇപ്പം കിട്ടുന്ന ഒരു ഗൈഡൻസ്. അവരൊന്നെങ്കിൽ നിങ്ങളുടെ മുന്നിൽ മാപ്പ് പറയേണ്ട ഒരു എനർജി വരും, അതല്ല എങ്കിൽ നിങ്ങളെ എവിടെയാണോ അവർ സ്റ്റക്കാക്കി നിങ്ങളെ നിർത്തിയിട്ട് പോയത്, ഒരു ട്രാപ്പഡ് എനർജിയിൽ, ഒരു ചീറ്റിംഗ് എനർജിയിൽ എത്രത്തോളം നിങ്ങളെ വേദനയിലേക്ക് അവർ തള്ളി വിട്ടിട്ട് പോയി, അതായത് തല കുത്തനെ നിങ്ങളെ തള്ളിയിട്ടു എന്ന് തന്നെ പറയാം. ഒരു ട്രാജഡി, ഒരു ദുരന്തം നിങ്ങൾക്ക് നൽകിയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ആ ഒരു സമയത്തെ ആ ഒരു പേഴ്സൻ്റെ ആ ഒരു പവർ, അയാൾ എല്ലാം നേടിയെടുക്കും, ഞാൻ വലിയ ഒരു ഉന്നതിയിലെത്തും, ഇത് ഞാൻ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് അല്ല, ഒരു ചീറ്റിംഗ് അല്ല എന്ന തോന്നലിലൂടെ നിങ്ങളെ എത്ര വലിയ ട്രാജഡി എനർജിയിലേക്കാണോ തള്ളിയിട്ടത് അവിടേക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരേണ്ടി വരും എന്ന ആ ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് 100% ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് ഈ ഒരു പേഴ്സൺ മാപ്പ് പറയേണ്ടി വരും, നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വ്യക്തി വരേണ്ടി വരും. ഈ ഒരു വ്യക്തിക്ക് നല്ലൊരു ലൈഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരണമെങ്കിൽ, അവർക്കൊരു മാറ്റം, ഒരു കൺട്രോളിങ് പവറും വിൽ പവറും അവരുടെ ജീവിതത്തിലൊരു ഫ്യൂച്ചർ സക്സസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ സ്വാധീനിച്ചേ പറ്റൂ, നിങ്ങളിലേക്ക് വന്നേ പറ്റൂ എന്നുള്ളത് 100% ആ ഒരു പേഴ്സണും മനസ്സിലാകുന്നുണ്ട്. സോൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അവരിലേക്ക് ഉൾവലിഞ്ഞ് നിൽക്കുമ്പം ഒരു സെർച്ചിങ് എനർജിയിലേക്ക്, അതൊരു സ്പിരിച്വൽ എനർജിയിലേക്കൊക്കെ ഇവർ മാറുന്നുണ്ട്. ആത്മീയ പാതയിലേക്കൊക്കെ മാറാൻ വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ പോലും ഈ ഒരു പേഴ്സൺ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അവിടെയും നെഗറ്റീവും പോസിറ്റീവും ആകുന്ന രണ്ട് സിറ്റുവേഷൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുക തന്നെയാണ് കറൻറ്റ്ലി. അവരുടെ പൂർണ്ണമായും അവരുടെ സോൾ അവർക്ക് കൊടുക്കുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് പാസ്റ്റിലേക്ക് തിരിച്ചു പോകുക, പാസ്റ്റിൽ ചെന്ന് ചെയ്ത കർമ്മ ഫലം കാണുക, അതായത് ചെയ്തു കൂട്ടിയ ആ ഒരു കർമ്മയ്ക്ക് ഇത് ചെയ്യുക, പ്രതിഫലം കണ്ടെത്തുക എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു ഫ്യൂച്ചർ എനർജി എന്ന് പറയുന്നത് അവർ പൂർണ്ണമായും മറ്റ് ഇമോഷൻസിനെ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. ടോക്സിക് ആകുന്നതും അൺഹെൽത്തി ആകുന്ന ഒരുപാട് സിറ്റുവേഷൻസുകളെ അവർ ഹോൾഡ് ചെയ്യേണ്ടി വരും. അവസാനം അവർ ഫ്യൂച്ചറിലേക്ക് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ലൈഫിൽ നിന്ന് ത്യജിച്ച് കളയേണ്ടി വരുന്നതാണ് അവർ കർമ്മ നേരിടാൻ പോകുന്നത്. ഓവർ തിങ്കിങ് ആയിരിക്കും. അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന വ്യക്തികളെല്ലാം അവർക്ക് ശത്രുതാ ഭാവത്തിൽ നിൽക്കുന്നവരായിരിക്കും. അവരുടെ കൂടെ നിൽക്കുന്നവരാരും തന്നെ അവർക്ക് ഫ്യൂച്ചറിൽ പോസിറ്റീവായ വ്യക്തികളായിരിക്കില്ല. അവരിപ്പോൾ ഈ ഒരു കറൻറ്റിലി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ തെറ്റ് തിരുത്തിയാൽ തീർച്ചയായിട്ടും അവർക്കൊരു മാറ്റം നേടിയെടുക്കാൻ പറ്റും. അതല്ല എങ്കിൽ അവരെപ്പോഴും ഇമോഷണലി എന്തായിരിക്കും, ഇമോഷൻസ് പരമാകുന്ന സ്ഥലങ്ങളിൽ അവർ ഫെയിലിയർ ആയിക്കൊണ്ടേയിരിക്കും. അവരേതൊക്കെ രീതിയിൽ ഫോക്കസിങ് ചെയ്താലും, എന്തു തുടക്കം അവരുടെ ലൈഫിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചാലും അവർ ഫ്യൂച്ചർ സക്സസ് ഇല്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ടും പറയാൻ പറ്റും. അവരുടെ ഈഗോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് എല്ലാ രീതിയിലും ഡിവൈൻ ഗൈഡൻസ് ഒക്കെ കൊടുക്കും. ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ അവരിലേക്ക് വന്നാൽ തന്നെ അതൊന്നും അവർക്ക് അനുഭവയോഗ്യമാകുകയില്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. കാരണം അവർ ശക്തമാകുന്നൊരു ട്രാപ്പഡ് എനർജിയിലൂടെ തന്നെ കടന്നു പോകേണ്ടി വരും. ഡിസിഷൻ, അവർക്കൊരു നല്ല രീതിയിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അവർക്ക് എപ്പോഴും ഒരു വെയിറ്റിംഗ് എനർജി ആയിരിക്കും അവരുടെ ഫ്യൂച്ചർ ലൈഫിലും കാണാൻ സാധിക്കുന്നത്. അവർ പാസ്റ്റിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേ നിൽക്കും. കാരണം അവർ ചെയ്തു പോയ തെറ്റുകളെ അവരെപ്പോഴും പുനർവിചിന്തനം നടത്തിക്കൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ചെയ്ത തെറ്റിൻ്റെ ഫലം അവരെ കർമ്മ 100% പിടിക്കും.
കർമ്മ നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത്. അത് അവർ തിരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ, ഒരു ഫ്യൂച്ചറിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ തിരുത്താൻ ശ്രമിച്ചില്ല എങ്കിൽ ആ ഒരു കർമ്മ അവരുടെ ഒരു എൻഡിങ് ആണ് കേട്ടോ, അവരുടെ ഒരു എൻഡാണ്. അവർക്ക് പിന്നെ മുന്നോട്ടേക്ക് ഒന്നുമില്ല. അവർ പൂർണ്ണമായും അവസാനിച്ചു പോകേണ്ടി വരുന്ന, അല്ലാണ്ട് സക്സസ് ഇല്ലാതെ നിരാശയോടുകൂടി അവരുടെ ഈ ഒരു ജന്മം അല്ലെങ്കിൽ ഈ ഒരു കർമ്മ അവസാനിച്ചു പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അവർക്കൊരു സക്സസ് അനുഭവിക്കാൻ പറ്റാതെ പോകും എന്ന് തന്നെയാണ് കാണുന്നത് ഫ്യൂച്ചറിൽ. ശരിക്കും അവർ നിരാശ നേരിടേണ്ടി വരും. അവർക്ക് തിരിച്ചറിവ് കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സ്. ആ ഒരു തിരിച്ചറിവിൽ അവർക്ക് ഈഗോയും മറ്റും കയറി വരാതിരുന്ന, ഈഗോ വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നിലേക്ക് വരിക, നിങ്ങളോട് പരാജയം അല്ലെങ്കിൽ ചെയ്ത തെറ്റൊന്ന് ഏറ്റുപറയുക എന്നുള്ള ആ ഒരു എനർജിയിലേക്ക് അവർക്ക് വരാൻ പറ്റാതെ പോയാൽ തീർച്ചയായിട്ടും അവരുടെ എൻഡിങ് എന്ന് പറയുന്നത് നിരാശയോടുകൂടി, അതല്ലെങ്കിൽ പൂർണ്ണതയില്ലാതെ അവസാനിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് കേട്ടോ. എന്താണെങ്കിലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.